ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം 10-20 ദിവസമായിട്ട് അതിൻ്റെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഹോമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വീട്ടിലേക്കുള്ള സപ്ലൈയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ ഒത്തിട്ടില്ല. അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് ഒന്നും എടുത്തില്ലായിരുന്നു. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ കാണുന്നത് ചേഞ്ച് ഓവർ സ്വിച്ചാണ്. ചേഞ്ച് ഓവർ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് KCB എന്ന് വരുന്ന ലൈനും സോളാറിൽ നിന്ന് വരുന്ന ലൈനും ചേഞ്ച് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഹാവൽസിൻ്റെ 6 ഇയർ വാറൻറ്റി വരുന്ന സ്വിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് 1600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്, ഇവിടെ വയറിങ് കാണാൻ പറ്റും. ഈ കാണുന്ന വയർ എർത്ത് വയറാണ്. നമ്മുടെ സോളാറിൻ്റെ ഇത് ഇൻവെർട്ടറുമായിട്ട് എർത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എർത്ത് സപ്ലൈ എന്തെങ്കിലും കാരണവശാൽ ഹൈ കറണ്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എർത്ത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഈ കാണുന്ന 2 വയറുകൾ, ഇതെന്ന് പറയുന്നത് ലോഡിൻ്റെ നമ്മുടെ ഈ ഹോമിൻ്റെ ലോഡാണ്. ഈ കാണുന്നത് ലോഡ് വയർ, ന്യൂട്രലും ഫേസും. പിന്നെ ഈ കാണുന്നത് വന്നിട്ട് നമ്മുടെ KCBയുടെ ന്യൂട്രലും ഫേസും. അത് കൊണ്ടുവന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ നോക്കി ഇവിടെ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോളാറിൻ്റെ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റർ വന്നിട്ട് ഓഫും ഇത് വന്നിട്ട് KCBയുടെ ലൈനല്ല, നമ്മുടെ സോളാറിൻ്റെ ലൈൻ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മുടെ സോളാറിൻ്റെ ചാർജ് കൺട്രോളാണ്. ഇത് 30 ആംപിയറാണ്, അതായത് 30 ആംപിയറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഏകദേശം നമ്മുടെ ബാറ്ററിയിലെ ചാർജാണ് കാണിക്കുന്നത് 11.5. അതായത് നൈറ്റ് ഫുള്ള് ഉപയോഗിച്ച് തീർന്ന് നൈറ്റ് ഫുള്ള് വീടിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ഉപയോഗിച്ചിട്ട് ഏകദേശം ബാറ്ററി ഡ്രെയിനായി കഴിഞ്ഞു. ഇപ്പം KCBയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. സോളാറിൽ നിന്നുള്ള ചാർജ് കയറുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ ഈ കൺട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു മറ്റൊരു വീഡിയോ ചെയ്യാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇത് വീട്ടിൽ അപ്ലൈ ചെയ്ത രീതി മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ മേടിച്ചപ്പം പറ്റിയ ഒരു അബദ്ധമൊന്നുമല്ല, ബ്രാൻഡഡ് അല്ലാതെയുള്ള വാങ്ങിച്ചതിലുള്ളൊരു വിഷയം. എന്തായാലും അതെല്ലാം ട്രബിൾ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എന്തായാലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം, ബാക്കിയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപുള്ള വീഡിയോസ് അതെല്ലാം വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പോവുക, സോളാറിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണുക. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് വരും. ആദ്യം ഞാൻ 100 വാട്ട്സിൻ്റെ പാനൽ വെച്ചാണ് ടെസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 250 വാട്ട്സിൻ്റെ പാനൽ കൂടി മേടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 350 വാട്ട്സിൻ്റെ പാനൽ വെച്ചാണ് വീട്ടിൻ്റെ അത്യാവശ്യം നൈറ്റിലുള്ളതും നമ്മൾ ഓവറായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഡ്രെയിനായി പോകുന്നത്. എന്നാലും ഞാൻ ഒരുപാട് സമയം കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്തിട്ട് കൊണ്ടാണ് ബാറ്ററി ഫുൾ ഡ്രെയിൻ ആയത്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് KCB ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സോളാറിൽ തന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോഴും അത്യാവശ്യം ലോഡ് കൊടുത്തിട്ടുണ്ട്. ഫാന്, പിന്നെ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ, മൊബൈൽ ചാർജർ, 2-3 ലൈറ്റ് ഒക്കെ ലോഡിലുണ്ട്. ഇപ്പോൾ ലോഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സോളാറിൽ തന്നെ വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.